കൊച്ചിയിൽ കനത്ത മഴ തുടരുകയാണ്. കൊച്ചിയുടെ വിവിധ ഭാഗങ്ങൾ ഇതിനോടകം തന്നെ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. KM ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, എങ്ങനെയാണ് ജില്ലയിൽ പൊതുവിൽ മഴ ലഭിക്കുന്നത്? അസിത, ഇന്ന് പകലുണ്ടായ ഒരവസ്ഥയല്ല ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഉള്ളത്. പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിലൊക്കെ അതിശക്തമായ മഴയാണ് വൈകുന്നേരത്തോടെ പെയ്തത്. വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷമാണ് മഴ കനത്തത്. അതിതീവ്ര മഴ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ആ സമയത്ത് തന്നെ റെഡ് അലർട്ടും എറണാകുളം ജില്ലയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. വളരെ ശക്തമായ രീതിയിൽ 1-2 മണിക്കൂർ നിർത്താതെ മഴ പെയ്തു. സ്വാഭാവികമായും പലയിടത്തും വെള്ളക്കെട്ട് ഉണ്ടായി. പലയിടത്തും കൊച്ചി നഗരത്തിൽ അങ്ങനെ പതിവുണ്ട്. ചിലയിടങ്ങളിൽ അപ്രതീക്ഷിതമായി കനത്ത മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ടുണ്ടാകാറുണ്ട്. ആ സാഹചര്യം ഇത്തവണയും ഉണ്ടായി എന്നുള്ളതാണ്. അതെടുത്തു പറയുകയാണെങ്കിൽ പനമ്പള്ളി നഗർ, പാലാരിവട്ടം, ഇടപ്പള്ളി ഭാഗങ്ങളിലൊക്കെയാണ് ഈ നഗരത്തിൽ വെള്ളക്കെട്ടുണ്ടായ പ്രധാനപ്പെട്ട ചില പ്രദേശങ്ങളെന്ന് പറയുന്നത്. ഇതുകൂടാതെ കാക്കനാട് ഇൻഫോ പാർക്കിലും അതിശക്തമായ വെള്ളക്കെട്ടുണ്ടായി എന്നുള്ളതാണ്. ഇൻഫോ പാർക്കിൻ്റെ പല ഭാഗങ്ങളും വെള്ളത്തിൽ മുങ്ങിയ ഒരവസ്ഥയുണ്ടായി. അവിടുത്തെ പ്രധാനപ്പെട്ട ചില കെട്ടിടങ്ങൾ, പ്രത്യേകിച്ച് ലുലു സൈബർ ടവർ, തപസ്യ, വിസ്മയ, അങ്ങനെ പല ടവറുകളുണ്ട്. ഈ ടവറുകളുടെയൊക്കെ താഴെ വലിയ തരത്തിൽ മുട്ടോളം വെള്ളം ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ പാർക്ക് ചെയ്തിരുന്ന ജീവനക്കാരുടെ വാഹനങ്ങളൊക്കെ വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യമുണ്ടായി. പല ജീവനക്കാരും, IT ജീവനക്കാരിൽ പലരും 4:30-ക്കും 5 മണിക്കുമൊക്കെ അവരുടെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയായിരുന്നു. പക്ഷേ ആ സമയത്താണ് അപ്രതീക്ഷിതമായി പേമാരി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവർക്ക് പലർക്കും വീടുകളിലേക്ക് പോകാൻ കഴിയാതെ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വന്നു. ഈ വെള്ളക്കെട്ട് ഉണ്ടായ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമാണ് ഈ ഗതാഗതക്കുരുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ പനമ്പള്ളി നഗറിലടക്കം വലിയ തരത്തിൽ വെള്ളക്കെട്ടുണ്ടായതോടെ ഈ നഗരത്തിൽ പലയിടത്തും അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കുണ്ടായി. പലയിടങ്ങളിലും വാഹന ഗതാഗതം നിശ്ചലാവസ്ഥയിലാകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ന പദ്ധതി കഴിഞ്ഞ 2 വർഷമായി കൊച്ചിയിൽ നടപ്പാക്കി വരുന്നുണ്ട്. കൊച്ചി കോർപ്പറേഷനും എറണാകുളം ജില്ലാ ഭരണകൂടവും സർക്കാരും ചേർന്ന് നടപ്പാക്കുന്ന ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതിയുടെ ഗുണഫലമായി ഈ പതിവായി വെള്ളക്കെട്ടുണ്ടാകുന്ന പലയിടങ്ങളിലും ഇത്തവണ വെള്ളക്കെട്ടുണ്ടായില്ല എന്നുള്ളതും എടുത്തു പറയണം. പ്രത്യേകിച്ച് MG റോഡ് അടക്കമുള്ള ഭാഗങ്ങളിൽ വലിയ തരത്തിൽ ആ ഭാഗങ്ങളിൽ യാത്രക്കാരെയോ അല്ലെങ്കിൽ വ്യാപാരികളെയോ ഒന്നും വലയ്ക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. അവിടെ വെള്ളക്കെട്ടുണ്ടായില്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ പലയിടങ്ങളിലും അപ്രതീക്ഷിതമായി വെള്ളക്കെട്ട് ഉണ്ടായി എന്നുള്ളതാണ്. ഇതുകൂടാതെ മറ്റ് കാലടി ഭാഗങ്ങളിലുമൊക്കെ റോഡിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് അങ്കമാലി, കാലടി, മലയാറ്റൂർ റോഡിലൊക്കെ വെള്ളം കയറി കടകളിലേക്കൊക്കെ വെള്ളം കയറുന്ന അവസ്ഥ ഉണ്ടായി. കളമശ്ശേരിയിലും ചിലയിടങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിലേക്കടക്കം വെള്ളം വന്നെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഈ 5 മണിക്ക് തുടങ്ങിയ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ തീവ്രത, ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 1-2 മണിക്കൂറുകളായിരുന്നു മഴ ശക്തമായി പെയ്തതെങ്കിൽ ഇപ്പോൾ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ രാത്രി മുഴുവനും നിർത്താതെ മഴ പെയ്യുകയാണെങ്കിൽ റെഡ് അലർട്ട് ഉള്ള ജില്ലയാണ് എറണാകുളം. പലയിടത്തും ശക്തമായ മഴ തുടരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഉമേഷ് കൊച്ചിയിൽ നിന്നും പങ്കുവയ്ക്കുന്നത്.